നമസ്കാരം. എസ്കേപ്പ് ഫ്രം സിറ്റി സ്മോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മെൽബണിൽ വന്നപ്പോൾ സമ്മറായിരുന്നു. അങ്ങനെ സമ്മർ കഴിഞ്ഞാൽ ഇപ്പോൾ സീസൺ മാറി ഓട്ടമായി. നമുക്ക് നാട്ടിൽ ഈ ഒരു സീസൺ ശരിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാറില്ലല്ലോ, കാരണം ഓട്ടം കളർ ചേഞ്ചസ് ഒന്നും അങ്ങനെ അധികം നമുക്ക് കേരളത്തിൽ ഇല്ല. അപ്പോൾ ഈ ഒരു സീസൺ ഇവിടെ വന്നിട്ടാണ് എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് വരണത്. ശരിക്കും എന്താ പറയുക, കളർഫുൾ ആയിട്ടുള്ളൊരു സീസൺ. എവിടെ നോക്കിയാലും മരങ്ങൾ മുഴുവൻ കളർ ചേഞ്ച് ചെയ്തു. ഇലകളൊക്കെ പച്ച കളറിൽ നിന്ന് മഞ്ഞയും ഓറഞ്ചും റെഡും ഒക്കെ കളറായി മാറി. നല്ല ഭംഗിയുള്ള ഒരു സമയമായിട്ട് എനിക്കൊരു സീസൺ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീസണിൻ്റെ ഭംഗി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. എൻ്റെ ബാക്കിലൊരു വീടാണ് കേട്ടോ. അപ്പോൾ ആ വീടിൻ്റെ ഗാർഡനിൽ നിറയെ റോസാപ്പൂക്കളുണ്ട്. നല്ല വലിയ റോസാപ്പൂക്കൾ, അതും ഒരുപാട് കളറിൽ. മഞ്ഞുണ്ട്, വെള്ളമുണ്ട്, പിങ്ക് ഉണ്ട്, കുറേ കളറിലുള്ള പൂക്കൾ. അപ്പോൾ നല്ല ഭംഗി വന്നിപ്പോൾ പെട്ടെന്ന് ഞാൻ കുറച്ച് നേരം ഇവിടെ സ്റ്റക്കായി പോയി നടക്കണേൽ. നമ്മൾ നടക്കുമ്പോൾ സൈഡിലൊരു സെമിട്രിയാണ് കാണുന്നത് കേട്ടോ. കുറേ ഒരു അത്യാവശ്യം നല്ല വലിയൊരു സെമിത്തേരിയ. ഓ, പെട്ടെന്ന് വെയിൽ വന്നു ഇവിടെ ആകെ. ഇത്ര നേരം ശരിക്കും തണുപ്പുണ്ട്, പക്ഷെ ഇപ്പോഴാണ് ഒരു നല്ല വെയിൽ വരണത്. ഇതിനങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഒരു എന്താ പറയുക, കൺട്രി സൈഡ് സ്ഥലത്ത് കൂടെ ആരും ഇല്ല, ഭയങ്കര കാമാണ്. സൈഡും ഇതും കുറച്ചാണ് മുമ്പിലെത്തി. ഞാനിങ്ങനെ സൈഡിൽ നിന്നും അവിടെയും ഇവിടെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ സ്റ്റക്കായിട്ട് അത് കുറച്ചാണ് മുമ്പിലെത്തി. ഇപ്പം വേഗം നടക്കണം. നമ്മളിപ്പോൾ പോണത് ഈ ഒരു ഏരിയ ഒരു നല്ല ഭാഗത്തേക്കാണ്. അതായത് രണ്ട് സൈഡിലും ഈ ഒരു ഓട്ടം കളേഴ്സ് കാണാൻ പറ്റണ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ മരങ്ങളിൽ ഈ ഓട്ടം കളർ ചേഞ്ച് ഉണ്ടാവുന്ന അങ്ങനത്തെ മരങ്ങളുള്ള ഒരു സൈഡിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോണത്. നമ്മളങ്ങനെ എത്തിയിട്ടുള്ള സ്ഥലം, ഈ ഓട്ടം സീസൺ എൻജോയ് ചെയ്യാൻ എത്തിയിട്ടുള്ള സ്ഥലം മാസിഡോൺ ആണ്. മാസിഡോണിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് റോഡുണ്ട് ഇവിടെ. ഒരു അവന്യൂ എന്നാണ് പറയുക, ഓണർ അവന്യൂ. അവിടെയാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നത് ആസ് യൂഷ്വൽ നമ്മൾ വി ലൈൻ എടുത്തു. ബെൻഡിഗോ ട്രെയിനിൽ കയറിയിട്ട് 5ാമത്തെ സ്റ്റോപ്പാണ് മാസിഡോൺ. അപ്പോൾ മാസിഡോണിൽ ഇറങ്ങിയിട്ട് ഈ ഓണർ അവന്യൂവിലേക്ക് നടന്നു വരണം. ഒരു 20-25 മിനിറ്റ്, 1.8 കിലോമീറ്റേഴ്സ്. ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തിട്ടുള്ള ഓസ്ട്രേലിയയിലുണ്ടായിരുന്ന സൈനികർക്ക് അവരുടെ ഒരു മെമ്മോറിയലായിട്ടാണ് ഇവിടെ ഈ ഓണർ അവന്യൂന്ന് ഈ സ്ഥലത്തിന് പേര് വന്നതും
പിന്നെ ഇവിടെ ഇങ്ങനെ അവരുടെ മെമ്മോറിയലായിട്ട് കളർഫുൾ ട്രീസൊക്കെ ഇവിടുത്തെ ഇങ്ങനത്തെ എൽഫ് ട്രീസൊക്കെ ഇവിടെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഒരുപാട് ആളുണ്ട് ഇവിടെ, നമ്മൾ മാത്രമല്ല വരണ വഴിക്ക് അധികം ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഇവരൊരു ഒരു 1 കിലോമീറ്റർ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുക. നമുക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇത് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി, കുട്ടികൾക്ക് ഓടി കളിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി ഇത്രയും സ്ഥലം ഒഴിച്ചു വിട്ടിരിക്കുക. എല്ലാവരും ഇവിടെ കിടന്ന് കളിക്കാണ്. മാക്സിമം ഫോട്ടോസാണ് എല്ലാവരും എടുത്തോണ്ടിരിക്കണേ. മാസിഡോണിന്റെയും ഇവിടുത്തെ കാഴ്ചകളും തീരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണല്ലോ എല്ലാ ട്രാവലും നടത്തുന്നത്. അപ്പോൾ ഇവിടേക്ക് ട്രെയിനിൽ നമുക്ക് വി ലൈനിൽ വരാൻ പറ്റി. പക്ഷെ ഇവിടെ പല സ്ഥലങ്ങളിലേക്ക് ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട്. നല്ലൊരു ഗാർഡൻ ഉണ്ട്, ഒരു ക്രോസിംഗ്, ഒരു ഹിൽ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാനൊരു വഴിയില്ല. ഒന്നുകിൽ നടന്നു പോകണം, അല്ലെങ്കിൽ സ്വന്തം വണ്ടി വേണം, അല്ലെങ്കിൽ ഊബർ പോലത്തെ വിളിക്കുമ്പോൾ ഇതുവരെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കാർ സീറ്റ് എക്സ്ട്രാ കയ്യിൽ കരുതണം. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ അതൊന്നും അത്ര പോസിബിൾ അല്ല. അപ്പോൾ അതൊത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഭാഗം മാത്രം കവർ ചെയ്ത് ഇത് തിരിച്ചു പോവാണ്. മേ ബി അടുത്തൊരു ഓട്ടത്തിൽ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വിസ്തരിച്ച് ഈ ഒരു ഭാഗം വീണ്ടും കാണാൻ വരും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഓണർ അവന്യൂയും ഇവിടുത്തെ ഈ മാസിഡോൺ കാഴ്ചയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.